നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ MC റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ രാവിലെ നല്ല ചൂട് അപ്പവും ചമ്മന്തിയും മുട്ടക്കറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നോക്കൂട്ടോ, നമ്മുടെ വീട്ടിലെ പോലെയുള്ള നാടൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് കൂടുതലും നോക്കും. ഇല്ലെങ്കിലാണ് നമ്മൾ പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. അപ്പോൾ അതുപോലൊരു സ്ഥലമാണ് പുഷ്പേച്ചിയുടെ ഈ കൊച്ചുകട. 23 വർഷമായിട്ട് ഈ റോഡ് സൈഡിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ കടയിൽ ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി വരുന്ന ഒരാളാണ് ബിനോയ്. അപ്പോൾ ബിനോയ് എനിക്ക് ചേച്ചിയുടെ ഫോൺ നമ്പറും ഫോട്ടോവും കടയുടെ ലൊക്കേഷനും ഒക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. എന്റെ മാതിരി കുപ്പികളൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാളെ കാണാണ്. ഞാൻ ഇട്ട് തുടങ്ങുമ്പോ എല്ലാരും പറഞ്ഞിരുന്നുണ്ട് ഈ കാലത്ത് ആരെയും കുപ്പികൾ എല്ലാരും ഇടുന്നുണ്ട് അല്ലേ? എത്ര കാലമായി നമ്മൾ കട തുടങ്ങിയിട്ട്? ഞാനൊരു 23 വർഷം. നേരത്തെ വലിയ കടയായിരുന്നു അല്ലേ? അല്ല, ഇതുപോലെ നല്ല ഭക്ഷണമൊക്കെ ഊണും അല്ലേ? പക്ഷെ നമ്മള് അപ്പവും ചമ്മന്തിയും കടലക്കറിയും ഓട്ടക്കറി. ഊണൊക്കെ നിർത്തിയാ നിങ്ങളുടെ ഊണൊക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഊണ് നിർത്താനും തനിച്ചൊക്കെ ഉള്ള, അതുകൊണ്ട് ശരീര ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെയല്ല, ഇപ്പൊ ആൾക്കാർ കുറവാണ് കഴിക്കാൻ. വലിയ വലിയ കടകളിൽ പോകും എല്ലാവരും. പിന്നെ നമ്മുടെ കൊച്ചു കട ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ കൊച്ചു കടകളിൽ രുചിയുണ്ട്. ഇപ്പൊ നേരെ അപ്പത്തിന്റെ കൂടെ മുട്ടക്കറി കൊടുക്കും. മുട്ടക്കറിയുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയും പപ്പടം, അത്രേ ഉള്ളു. ചില ദിവസമാണെങ്കിൽ ഇറച്ചി മീനും ഒക്കെ. അത് ദിവസവും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ശനിയാഴ്ച ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചില ദിവസം മീനും അതുപോലെ കറിയായിട്ട് വെക്കും. അപ്പത്തിന്റെ മീൻ കറി പോകും. അത് വലിയ മീനല്ല, ചെറിയ മീൻ, ചെറുതരം മീൻ. ചേച്ചിക്ക് ഇവിടുത്തെ നാട്ടുകാരാണ് കൂടുതൽ. നാട്ടുകാർ പിള്ളേർ സെറ്റാണ് എനിക്ക് നല്ല പ്രോത്സാഹനം തരുന്നത്. ഞാൻ ഞായറാഴ്ച ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഇനി പോരും. വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലോ എന്ന് വെച്ച് പോരും. 7:30 എല്ലാം റെഡിയാവും. അടച്ചിട്ട് പോകുമ്പോ 12 മണിയാക്കി. 11 മണിയാകുമ്പോഴേ തീരും. നമ്മുടെ തേങ്ങാ ചമ്മന്തി, പൊടിച്ചമ്മന്തി. അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി അപ്പവും ചമ്മന്തി എന്ന് വെച്ചാൽ പൊടിച്ചമ്മന്തി, മുട്ടക്കറി മേടിച്ചു കേട്ടോ. പപ്പടമുണ്ട്. പിന്നെ ഇച്ചിരി സൗകര്യങ്ങളൊക്കെ കുറവാണ്. കാരണം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അസൗകര്യങ്ങൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റാത്തതുണ്ടല്ലോ. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ വലിയൊരു കടയൊന്നും പണിയാൻ പറ്റൂല. പറ്റുന്ന സൗകര്യത്തിനകത്ത് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇരിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ചേച്ചിയുടെ പിള്ളേരാണ് അല്ലേ ചേച്ചി? ചേച്ചി ഇങ്ങനെ ഞങ്ങൾ വന്ന പോലെ പറയുന്നതാണ്, പിള്ളേർ സെറ്റ് ചെയ്ത ചേച്ചിക്ക് കുറേ ഇവിടെ മക്കളമാരിയുള്ള ആളുകളുണ്ട്. അവരാണ് ഈ ഇരിക്കാനുള്ള ഇതൊക്കെ കല്ലും പോസ്റ്റും തടിയൊക്കെ വെച്ച് അങ്ങനെ, അല്ലാതെ ഇതൊരു ബെഞ്ചോ അങ്ങനെയൊന്നുമല്ല. അങ്ങനത്തെ ചെറിയ ചെറിയ സൗകര്യത്തിനകത്താണ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം. മുഴുവൻ കാര്യങ്ങളും സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ കഴിക്കാൻ വരുന്നവർ. അത് നല്ലൊരു കാര്യമാണ്. നാട്ടുകാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതിലെല്ലാം ഒക്കെ ഇങ്ങനെ പോയി മോശമായി, കുറേ വർഷങ്ങളായില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അസൗകര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നെയാന്ന് വെച്ചപ്പോൾ നമ്മൾ ചില ആളുകൾ വിചാരിക്കും, അയ്യോ ഇവർ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇവിടെ ഇതില്ല എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് നല്ല രുചി കിട്ടും, നിങ്ങളുടെ വയറ് കേടാവില്ല എന്നുള്ളതാണ് ഞാൻ തരുന്ന ഉറപ്പ്. അതെന്തായാലും ചേച്ചി എന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല അപ്പത്തിനകത്ത്. നല്ല അപ്പം ചേച്ചി. കാരണം ചുട്ടോണ്ടിരിക്കുക, 2 അടുപ്പേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഇങ്ങനെ ഇപ്പോൾ പണിക്കാർ വരുന്ന സമയമല്ലേ, രാവിലത്തെ ഒരു സമയം. കുറച്ച് പേര് വന്നപ്പോൾ ചേച്ചി കുറച്ച് പെട്ടെന്ന് ചുടാൻ പറ്റാഞ്ഞിട്ടേ പതുക്കെയല്ലേ. ഇപ്പോൾ നമ്മളൊരു ഇഡലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരേ സമയം കുറേ വേവിച്ചെടുക്കാം. പക്ഷേ ഈ അപ്പത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരെണ്ണേ ചുടാൻ പറ്റും. അപ്പോൾ 2 അടുപ്പിൽ മാറി ചുട്ടുകൊണ്ടിരിക്കുക. മറ്റേ ദോശയാണെങ്കിലും കുറേ പറ്റുമല്ലോ, ദോശക്കല്ലിൽ. നമ്മളെ ഇൻട്രോ പറയുന്ന സമയത്ത് ലൊക്കേഷൻ പറയാൻ മറന്നുപോയില്ലേ? MC റോഡിൻ്റെ സൈഡിലാണെന്നല്ലേ പറഞ്ഞോളൂ. കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ 5 കിലോമീറ്റർ കഴിഞ്ഞ് കലയപുരമാണ് ഈ സ്ഥലം. ഇപ്പോൾ CSI ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ് ഇതിന് പറയുക കേട്ടോ. റോഡ് സൈഡിൽ തന്നെ നമ്മൾ പോണ വഴിയിൽ കാണാൻ പറ്റും ഈ കട. ഭയങ്കര സോഫ്റ്റ് അപ്പം. ചേച്ചി ഇവിടെ എന്നെ ചേച്ചി പാലപ്പം എന്ന് പറയും അല്ലേ? പാലപ്പം. നമ്മൾ അവിടെ വെള്ളയപ്പം എന്നാണ് പറയുക അതിന്. ഇവിടെ പാലപ്പം എന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പം ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. അടിപൊളി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇത്രയും വർഷം ഇവിടെ നിൽക്കണമെങ്കിലേ, 10-23 വർഷമായിട്ട് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കടയുമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തീരെ മോശമില്ലാത്തതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഇപ്പോഴും ചേച്ചിനെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ. അതും അങ്ങനെ പുതിയ ആളുകളൊന്നുമല്ല, ഇവർക്ക് നാട്ടുകാരും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വട്ടം കഴിച്ചു ഒരു റിപ്പീറ്റ് വരുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളും ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ എന്തായാലും ഇത് കണ്ടില്ലല്ലോ എന്ന് ഇപ്പോഴും ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്നും യാത്ര ചെയ്യണ വഴിയാണ്. എനിക്കൊരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ വഴി പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു കട. പിന്നെ ഞായറാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച ദിവസം ആയാലും നമുക്ക് ഇതിലേക്ക് രാവിലെ പോകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തണമെങ്കിൽ 7:30 ആകുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയാണ്. ഇതിന് പറ്റിയൊരു സ്ഥലവും കൂടി. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് വേണ്ട ഒരാളും കൂടിയാണ് കേട്ടോ ചേച്ചി. ഇതിപ്പോൾ ഇതാണ് അവരുടെ ഒരു ആകപ്പാടിയുള്ള വരുമാനം. അപ്പോൾ സ്വാഭാവികമായി രാവിലെ കുറച്ച് അപ്പവും ചമ്മന്തിയൊക്കെ വിറ്റ് എന്ത് പൈസ കിട്ടുമെന്ന് നമുക്ക് ഊഹിച്ച് നോക്കാമല്ലോ. അങ്ങനെ ഭയങ്കര വരുമാനമൊന്നും കിട്ടുന്ന ഒരു സാധനമൊന്നും അല്ല. ഇപ്പോൾ ഈ എന്നെ കാണിച്ചത് ആ പാത്രത്തിലുള്ള അത്രയും ചമ്മന്തിയും അത്രയും കടലക്കറിയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ വെക്കണുള്ളൂ. അപ്പോൾ എത്ര ചിലവുണ്ടെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക.